ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിലാണ്. ഫിഫ മത്സരങ്ങൾ നടക്കുന്നു. ആരാധകർ അവരുടെ പ്രിയ ടീമുകൾക്ക് വേണ്ടി ആർപ്പു വിളിക്കുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ ഫുട്ബോൾ ചർച്ചകളാണ്. എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ ഈ കളി എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മെസ്സിക്കും റൊണാൾഡോയ്ക്കും ലോകകപ്പിന് മുമ്പ് ഫുട്ബോളിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥ. ഫുട്ബോളിൻ്റെയും സ്പോർട്സിൻ്റെയും ഇത്തരത്തിലുള്ള രസകരമായ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് യാത്ര തുടങ്ങാം. ഫുട്ബോളിന്റെ ജനനം. ഇന്ന് നമ്മൾ അറിയുന്ന ഫുട്ബോൾ ഇംഗ്ലണ്ടിൽ ജനിച്ചതാണ് എന്നാണ് പലരും കരുതപ്പെടുന്നത്. എന്നാൽ സത്യം അതിലും പഴക്കമുള്ളതാണ്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചൈനയിൽ കുജു എന്നൊരു കളിയുണ്ടായിരുന്നു. ഒരു തുകൽ പന്ത് കാലുകൾ കൊണ്ട് അടിച്ച് ചെറിയ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ചരിത്രകാരന്മാർ പറയുന്നത് ലോകത്തിലെ ആദ്യ ഫുട്ബോൾ രൂപം ഇതായിരിക്കാമെന്നാണ്. പുരാതന സംസ്കാരങ്ങളിലെ പന്ത് കളികൾ. ചൈനയിൽ മാത്രമല്ല, പുരാതന ഗ്രീസിലും പിന്നീട് റോമിലും പന്ത് ഉപയോഗിച്ചുള്ള കളികൾ പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ കളികൾക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ കൈയും ഉപയോഗിക്കും, ചിലപ്പോൾ കാലും. ഇന്നത്തെ ഫുട്ബോളുമായി സാമ്യമുള്ള ചില ഘടകങ്ങൾ മാത്രമാണ് അവയ്ക്കുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിലെ തെരുവ് ഫുട്ബോൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫുട്ബോൾ പോലുള്ള കളി ഇംഗ്ലണ്ടിൽ വളരെ ജനപ്രിയമായിരുന്നു. ഗ്രാമവും തമ്മിൽ മത്സരം നടക്കും. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിന്റെ കേന്ദ്രത്തിലേക്ക് പന്ത് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചിലപ്പോൾ നൂറുകണക്കിന് ആളുകൾ കളത്തിലിറങ്ങും. കളിക്കിടെ അടിപിടിയും പരിക്കുകളും പതിവായിരുന്നു. ഇത്രയും പരിക്കുള്ള കളിയായതിനാൽ ചില ഇംഗ്ലീഷ് രാജാക്കന്മാർ ഈ കളി നിരോധിക്കാൻ പോലും ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ കളി ഉപേക്ഷിച്ചില്ല. ആധുനിക ഫുട്ബോളിന്റെ ജനനം. 1800കളിൽ ഇംഗ്ലണ്ടിലെ വിവിധ സ്കൂളുകൾ ഓരോന്നും വ്യത്യസ്ത നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്. ഒരു സ്കൂളിലെ ടീം മറ്റൊരു സ്കൂളുമായി കളിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇത് പരിഹരിക്കാൻ 1863 ദ ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടു. അവരാണ് ആദ്യമായി ഔദ്യോഗിക നിയമങ്ങൾ തയ്യാറാക്കിയത്. കൈകൊണ്ട് പന്ത് തൊടരുത്, എതിരാളികളെ ആക്രമിക്കരുത്, ഗോൾ നേടുക എന്നതാണ് ലക്ഷ്യം. അതോടെയാണ് ആധുനിക ഫുട്ബോളിന്റെ ജനനം. ഇനി ലോകത്തേക്ക് ഫുട്ബോൾ വ്യാപിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് നാവികരും വ്യാപാരികളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഫുട്ബോളും അവരോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ ഫുട്ബോൾ യൂറോപ്പിലും പിന്നീട് ദക്ഷിണ അമേരിക്കയിലേക്കും എത്തി. പ്രത്യേകിച്ച് ബ്രസീലിലും അർജന്റീനയിലും ഫുട്ബോളിനെ സ്വന്തം സംസ്കാരത്തിന്റെ ഭാഗമായി സ്വീകരിച്ചു. അവിടെ ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. ഫിഫയുടെ ജനനം. 1904 ഫിഫ രൂപീകരിക്കപ്പെട്ടു. ഫിഫയുടെ പ്രധാന ലക്ഷ്യം ലോകമെമ്പാടുമുള്ള ഫുട്ബോളിനെ ഒരേ സംവിധാനത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. ഇന്ന് ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സംഘടനയാണ് ഫിഫ. ലോകകപ്പിന്റെ തുടക്കം. 1930 ആദ്യ ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചു. ആദ്യത്തേതായ രാജ്യം ഉറുഗ്വ ആയിരുന്നു. 13 ടീമുകൾ പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ഉറുഗ്വ തന്നെയാണ് ആദ്യ ചാമ്പ്യന്മാരായത്. അന്ന് ചെറിയൊരു ടൂർണമെന്റായി തുടങ്ങിയ ലോകകപ്പ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ കായിക ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഇതിഹാസങ്ങളുടെ യുഗം. ഫുട്ബോൾ ലോകം പിന്നീട് അനേകം ഇതിഹാസങ്ങളെ കണ്ടു. പെലെ ലോകത്തെ ഫുട്ബോളിന്റെ സൗന്ദര്യം കാണിച്ചു. ഡിയാഗോ മറഡോണ തന്റെ മികവ് കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ചു. പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും പുതിയ തലമുറയുടെ സൂപ്പർ താരങ്ങളായി മാറി. ഇന്നത്തെ ഫുട്ബോൾ. ഇന്ന് 200-ലധികം രാജ്യങ്ങളിൽ ഫുട്ബോൾ കളിക്കപ്പെടുന്നു. ബില്യൺ കണക്കിന് ആളുകളാണ് ലോകകപ്പ് കാണുന്നത്. ഒരു പന്ത്, 2 ഗോൾ പോസ്റ്റുകൾ, 22 കളിക്കാർ. പക്ഷെ അതിനേക്കാൾ വലുതാണ് ഫുട്ബോൾ സൃഷ്ടിക്കുന്ന വികാരം. ഭാഷയും മതവും രാജ്യങ്ങളും മറികടന്ന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് ഫുട്ബോൾ. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പന്ത് കളിയായി തുടങ്ങിയ ഫുട്ബോൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക ഇനമായി മാറിയിരിക്കുകയാണ്. ഈ ചരിത്രത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഭാഗം ഏതാണെന്ന് കമന്റിൽ അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്നും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.